ഗാസയിലേക്ക് മാനുഷിക സഹായമെത്തിയ നാൾ മുതൽ ഹമാസ് ഭീകരർ മാനുഷിക സഹായങ്ങൾ മോഷ്ടിക്കുകയാണെന്നും അവ കരിഞ്ചന്തയിൽ വിറ്റ് ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് രൂപീകരിക്കുകയാണെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഇക്കാരണങ്ങളാലാണ് ഇസ്രായേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം നിർത്തിവച്ചിരുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിലും ഹമാസ് ഭീകരർ തങ്ങളുടെ പ്രവൃത്തികൾ തുടരുകയാണ്. ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കുകൾ ഹമാസ് ഭീകരർ തട്ടിയെടുക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കാനും ഗാസയിലെ സംഭവവികാസങ്ങൾ കൃത്യമായി വിലയിരുത്താനും അമേരിക്ക ഗാസയിലുടനീളം നിരീക്ഷണ ഡ്രോണുകൾ വിന്യസിച്ചിരുന്നു. ഈ ഡ്രോണുകളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. 40 രാജ്യങ്ങളിൽ നിന്നും രാജ്യാന്തര സംഘടനകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രം യുഎസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗാസയിലേക്കുള്ള മാനുഷിക ലോജിസ്റ്റിക്കൽ സുരക്ഷാ സഹായങ്ങൾ ഏകോപിപ്പിക്കുകയും യുദ്ധാനന്തര സ്ഥിരതയ്ക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. സഹായ ട്രക്കുകളും വാണിജ്യ സാധനങ്ങളും ദിവസേന ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നും ഈ സംഭവം ഇത്തരം ശ്രമങ്ങളെ തടയുകയാണെന്നുമാണ് സെൻകോം എക്സിൽ കുറിച്ചത്. അതേസമയം ഗാസയിൽ താൻ മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ ദുർബലമാകാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഹമാസ് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അവരെ ഉടൻ പുറത്താക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി.